ഡൽഹി ഭീകരാക്രമണത്തിന് ശേഷം പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ്ബുക്കുകളും ഒക്കെ ആയിട്ട് ആർഗ്യുമെന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തത്, അതായത് ബ്രെയിൻ എടുത്ത് മാറ്റിയിട്ട് തീവ്രവാദം തലയ്ക്ക് പിടിച്ച് കിടക്കുന്ന ആളുകളാണ്. ഇവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ആ രീതിയിൽ മാറ്റിയെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ നോക്കുമ്പോണ്ട് ഡൽഹിയിലുള്ള ഭീകരന്മാർക്കൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട്. പിന്നെ ഏത് വിദ്യാഭ്യാസമാണ് അതിൽ കൊടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. മറ്റൊന്ന് പ്രീണനം എന്ന് പറയുന്ന ഒരു വളമാണ്. സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ 2.5 എന്ന് പറയുന്നത് 0.5 എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര ശത്രുക്കളുണ്ടല്ലോ, ഇതിൽ പ്രീണനം നടത്തുന്നവരാണ് പകുതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുക? നമ്മൾ വളരെ മുമ്പേ തന്നെ ഈ തീവ്രവാദം ഇത്രയും പ്രബലമാവുന്നതിന് മുമ്പ് തന്നെ സർ വിൻസ്റ്റൺ ചർച്ചിൽ, അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെ കൂടിയായിരുന്നു, നൊബേൽ സമ്മാനം കിട്ടിയ ആളുമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രസിദ്ധമായിട്ടുള്ള വാക്യമുണ്ട്, തന്നെ അവസാനമേ തിന്നു എന്ന് തന്നെ അവസാനമേ തിന്നു എന്ന് കരുതി മുതലയെ തീറ്റിപ്പോറ്റുന്നവരാണ് പ്രീണനക്കാർ. നിങ്ങൾ വീട്ടിലൊരു കുളമുണ്ടാക്കിയിട്ട് ആ കുളത്തിനകത്തൊരു മുതലയെ വളർത്തിയിട്ട് നിങ്ങൾ വിചാരിക്കുക എല്ലാവരെയും കൊന്നു കഴിഞ്ഞിട്ടേ തന്നെ കൊല്ലൂ, മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി അത് ഉണ്ടാക്കിയത്. പക്ഷേ സംഭവിക്കുന്ന നേരെ തിരിച്ചായിരിക്കും. ഒരാളിനെ കൊന്നിരിക്കും, രണ്ടാമത് നിങ്ങളെ തന്നെ അറ്റാക്ക് ചെയ്യും. അത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടത്. അഫ്ഗാനിസ്ഥാനിൽ റഷ്യൻ സ്വാധീനമുള്ള ഡോക്ടർ നജീബ് എന്ന് പറയുന്നവരുടെ സ്വാധീനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് താലിബാനെ പ്രോത്സാഹിപ്പിച്ചത്. ആ താലിബാനാണ് അൽ ഖ്വയ്ദയുടെ സഹായത്തോടു കൂടി അമേരിക്കൻ വ്യാപാര സമുച്ചയം അപ്പാടെ പുതിയൊരു തന്ത്രത്തിലൂടെ വിമാനം പറത്തിക്കൊണ്ട് തകർത്ത് 2000-ഓളം പേരെ ഒറ്റയടിക്ക് തീർത്തത്. അത് ആസൂത്രണം ചെയ്ത ഉസാമ ബിൻ ലാദനാട്ടെ വിദ്യാഭ്യാസമില്ലാത്ത ആളൊന്നുമില്ല, സൗദി കോടീശ്വരനാണ്. അദ്ദേഹം എൻജിനീയറിംഗ് ഡിഗ്രി ഇല്ല, പക്ഷേ അതിലൊരു ഡിപ്ലോമയുള്ള ആളാണ്. കോൺട്രാക്റ്റ് വർക്കുകൾ ഏറ്റെടുത്ത് നടക്കുന്ന ആ വ്യക്തിയുമാണ്. അദ്ദേഹം വിദ്യാഭ്യാസം ഉള്ളവൻ തന്നെയായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ ആളെയല്ല. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ചെങ്കോട്ടയ്ക്കടുത്ത് സ്ഫോടനം നടത്തി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, ചാവേറായിട്ട് കരിഞ്ഞവിടെ പോയ ഖാലിദ് നബി എന്നും പറയുന്നുണ്ട്, ഖാലിദ് മുഹമ്മദ് എന്നും പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടർ ഖാലിദ് നബിയാണ്. ചൈനയിൽ പോയി വിദ്യാഭ്യാസം നടത്തിയ ആൾ, അല്ലാതെ വിദ്യാഭ്യാസമില്ലാത്ത ആളല്ല, നിരക്ഷരനല്ല, അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതൊരു പരിഹാരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ പലരും പറയുന്നു. ഇപ്പോൾ തന്നെ ദീപിക എഴുതിയ ഒരു കാര്യമുണ്ട്, മലാല യൂസഫ് പറഞ്ഞ ഒരു കാര്യം തീവ്രവാദത്തെ നേരിടാൻ വേണ്ടിയിട്ട്. അതായത് തീവ്രവാദികളെ വെടിവെച്ചു കൊല്ലാനാകും, പക്ഷേ തീവ്രവാദത്തെ വിദ്യാഭ്യാസം കൊണ്ടേ കൊല്ലാനാകും. ശരിയാണ്, മലാല യൂസഫിന് നേരെ വെടിയുതിർത്തു അവരെ. എന്തിന്? വിദ്യാഭ്യാസം ചെയ്യുന്നു, ഈ സ്ത്രീ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല, നീ സ്ത്രീയാണ്, അതുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാണ് വെടിവെച്ചത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടാണ് അവർ ലോകപ്രസിദ്ധയായതും നൊബേൽ സമ്മാനം നേടിയതുമൊക്കെ. പക്ഷേ വിദ്യാഭ്യാസം പരിഹാരമാവുന്നില്ലെന്നാണ് ഡോക്ടർ ഖാലിദ് നബി ഇവിടെ തെളിയിക്കുന്നത്. അതുപോലെ ഉസാമ ബിൻ ലാദൻ അവിടെ തെളിയിക്കുന്നത്. നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് ഭീകരവാദികളായിട്ട്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, അതിലൊരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ സ്ത്രീയും ഡോക്ടറാണ്. അപ്പോൾ ഈ പക മനസ്സിലുണ്ടാവുന്നതിനെ മാറ്റാൻ വിദ്യാഭ്യാസത്തിന് കഴിയില്ല. പക്ഷേ ഒരു കാര്യം പറയുന്നത്, തീവ്രവാദികളോട് ചോദിക്കൂ നിങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നെന്ന്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ സ്കൂളുകളിൽ മൗലികവാദ നുഴഞ്ഞുകയറ്റത്തെ പോലും ചെറുക്കാൻ കോടതികളുടെ സഹായമില്ലായിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നോ? ഓരോ സന്ദർഭത്തിലും മതമൗലികവാദികൾ എത്ര അനായാസമാണ് മതേതര നേതാക്കളെ വക്താക്കളായി ഇറക്കുന്നതെന്ന് അടുത്തിടെയും കേരളം കണ്ട മതേതര രാജ്യമായ ഇന്ത്യയിൽ വളരേണ്ടത് മതേതര പാർട്ടികളുടെ ചെലവിലാണെന്ന് തീവ്രവാദികൾക്കറിയാം. ഇതാണ് കുഴപ്പം. മതേതര പാർട്ടികളുടെ ചെലവിൽ
ഈ മത തീവ്രവാദികൾ വളരുക. കാരണം എന്താണ്? പ്രീണനം. അതാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നത്, ഇത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇവർ കുറേ പേരെ കൊന്നോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് അവസാനം ഞങ്ങൾക്കെതിരായിട്ട് വരും, അപ്പം ഞങ്ങൾ മാറിക്കോളാം, ബന്ധം വേർപെടുത്തിക്കോളാം എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ VD സതീശൻ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മൗദൂദിസത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ് പാൻ ഇസ്ലാമിസം എന്ന് പറഞ്ഞാൽ ആഗോള ഇസ്ലാമിക വൽക്കരണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. തന്ത്രപരമായിട്ടുള്ള സമീപനം. VS അച്യുതാനന്ദൻ 2047 കേരളം മുഴുവൻ ഇസ്ലാമികമാക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരനായ VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹം ഒരു പ്രീണനത്തിനും പോയിട്ടില്ല. പക്ഷേ CPM അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. CPM മറുവശത്തു കൂടി പ്രീണനം നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിനെ ആ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീവ്രശ്രമം നടത്തുന്നുണ്ട്. ഒരു പക്ഷേ അത് സാധ്യതമാവുകയും ചെയ്യും. അടുത്ത പ്രാവശ്യം കൂടി അവർ ജയിക്കുകയാണെങ്കിൽ PDPയെ കൂട്ടുകക്ഷിയായിട്ട് അവർ ചേർത്തിട്ടുണ്ട്. വർഗീയ കക്ഷി തന്നെയാണത്. പിന്നെ പ്രീണനത്തിന് വേണ്ടി ധാരാളമായിട്ട് അവാർഡുകളിൽ പോലും വെള്ളം ചേർക്കുന്നുണ്ട്, പുരസ്കാരങ്ങളിൽ പോലും വെള്ളം ചേർക്കുന്നുണ്ട്. അതിന് പറ്റിയ ആൾക്കാരെ ജൂറി ആയിട്ട് കൊണ്ടുവന്ന് അതങ്ങനെ ചെയ്യുന്നുണ്ട്. രാജ്യവ്യാപകമായിട്ട് തന്നെയും ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ്. ഈ മതേതരം എന്ന് പറയുന്ന ഒരാൾ പോലും മതേതരമല്ല. മതേതരത്തിന് പകരം ഇവർ ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണല്ലോ ഈ പ്രീണനം എന്ന് പറയുന്നത്. ഇപ്പൊ ബീഹാറില് ആയിക്കോട്ടെ, രാജ്യം മൊത്തം ആയിക്കോട്ടെ, SIR കൊണ്ടുവരുമ്പോൾ ഇവർ ഭയക്കുന്നത് എന്തിനെയാണ്? അതെ അതെ. അപ്പൊ അതാണ് ആ SIRനെ എതിർക്കുന്നതും ഇത് പ്രീണനത്തിന് വേണ്ടിയാണ്. ഇനിയും ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. അതായത് സെൻറ്റ് റീത്താസ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക്, അതിന് എത്ര വയസ്സ് കാണും? 3ാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ ആ കുട്ടിക്ക് 5, 6, 7 വയസ്സുള്ള കുട്ടിക്ക് ഹിജാബ് ധരിക്കണമെന്ന് ഒരിക്കലും ഒരു പെൺകുട്ടി ഹിജാബ് ധരിക്കണമെന്ന് ആ പ്രായത്തിൽ പറയുകയില്ല. കാരണം അവൾക്ക് വർണ്ണാഭമായിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പൂമ്പാറ്റയെ പോലെ നടക്കാനുള്ള കൊതി തോന്നുന്ന പ്രായമാണത്. മഴവില്ലിൻ്റെ നിറത്തുള്ള വസ്ത്രങ്ങളാണ് അവൾ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം ഈ ബാല്യം കടന്നു വന്നതല്ലേ. അപ്പോൾ ഹിജാബ് വേണമെന്നുള്ളത് മറ്റാരോ അവളെ അടിച്ചേൽപ്പിക്കുന്നതാണ്. അതിനുവേണ്ടി ഹിജാബുമായി ചെന്നപ്പോൾ ഞങ്ങളുടെ ദയവായിട്ട് നിങ്ങളിത് കൊണ്ടുവരരുത്, ഞങ്ങളുടെ സ്കൂളിലെ യൂണിഫോം ഇതാണ്, അവിടെ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് മതമില്ല, ജാതിയില്ല, അവരെല്ലാം ഒന്നാണ്. അതുപോലെ സമ്പന്നൻ പാവപ്പെട്ടവൻ എന്നുള്ള വ്യത്യാസമില്ല. അവിടെ യൂണിഫോം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പണക്കാർ വലിയ വിലയുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവരും, പാവപ്പെട്ടവർക്ക് അത് പറ്റുമോ? അതിനാണ് ഈ യൂണിഫോം എന്ന് പറയുന്നത്. അവിടെ സമ്പത്തില്ല, മതമില്ല, ജാതിയില്ല. മഹത്തായ ഒരു സന്ദേശമാണ് ഈ യൂണിഫോം നൽകുന്നത്. അത് പറ്റില്ല, ഞങ്ങൾക്കിത് യൂണിഫോമിനെ അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇതേ പറ്റൂ. അത് നിങ്ങൾക്ക് ആകാം, വേറെ സ്കൂളുകളുണ്ടല്ലോ അത് അനുവദിക്കുന്നത്, അവിടെ പോവാം. ഇത് സ്കൂൾ നടത്തിപ്പിക്കുന്ന ആൾക്കാർ, അതിന് പണം മുടക്കിയിട്ടുള്ള ആൾക്കാരുടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് എല്ലാവിധ ന്യൂനപക്ഷാവകാശമുണ്ട്. ന്യൂനപക്ഷം നടത്തുന്ന സ്കൂളാണ്. അവിടെ മന്ത്രി ശിവൻകുട്ടി എന്താ പറഞ്ഞത്? അവൾക്ക് ഭയങ്കര ട്രോമയായി പോയി ആ വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞു. അവൾക്കൊരു ട്രോമയും വരില്ല, പിന്നെ വസ്ത്രം ധരിക്കാവൂന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛനും അമ്മയും കൂടി അവരുടെ ഒരു അന്ധവിശ്വാസം മൂലം അവരടിച്ചേൽപ്പിക്കുകയാണ് കുട്ടിയിൽ അന്ധവിശ്വാസവും എല്ലാം, മതവിവേചനവും എല്ലാം. അതേസമയം അവിടെ ഏതോ മറ്റൊരു സ്കൂളിലെ കുട്ടികൾ, സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികൾ ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞിട്ട് അതിൽ മതം ആരോപിച്ചുകൊണ്ട് അവർക്കെതിരെ ഇപ്പം ഞാൻ നടപടി സ്വീകരിക്കുന്നു പറയുകയും ചെയ്തു. അവിടെ ഒരു ഡൈക്കോട്ടമി ഇല്ലേ? ആ ഡൈക്കോട്ടമിക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്രീണനം. ഇത് തന്നെയാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയലിൽ അവർ പറയുന്നുണ്ട്, എല്ലാവരും നമ്മുടേതാണ്, ഒരു വിവേചനവും ഇല്ല എന്ന് തോന്നുന്ന രീതിയിൽ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. അവരെ മസ്തിഷ്ക പ്രക്ഷാളനത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും മാതൃഭൂമി നല്ല കാര്യം. ഈ മസ്തിഷ്ക പ്രക്ഷാളനമാണ് ഇവിടെ പ്രശ്നം. ഇവർ ഡോക്ടർ ആകുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു വിദ്യാഭ്യാസമുണ്ട്, മദ്രസ വിദ്യാഭ്യാസം. അവിടെ മിക്കവാറും എല്ലായിടത്തും പഠിപ്പിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, പഠിപ്പിച്ച് കാണുക. ഇതാണ് നേരത്തെ പറഞ്ഞ ഹദീസുകളിലുള്ള കാര്യം. അത് നബി തിരുമേനി പറഞ്ഞതായിരിക്കണമെന്നില്ല. പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു കാഫിറിനെ അന്യമതക്കാർ കാഫിറാണ്, ആ കാഫിറിനെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീരസ്വർഗം പ്രാപിക്കാം, അവർക്ക് നിത്യ സുഖം, ആനന്ദം ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവരെ തെറ്റിച്ചിട്ടുണ്ട്. അത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയും. അവിടെ കിടക്കുക,
മറ്റെന്ത് വിദ്യാഭ്യാസം വന്നാലും ഇതിൻ്റെ ഇത് ബേസിക് മാറില്ല. നോളജ് ആണ്. അത് കാരണം ദിസ് ഈസ് ഇൻഡോക്ട്രിനേഷൻ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അതില്ലാതാവുന്നതോടുകൂടി ഭീകരവാദമില്ല. മറ്റു മതങ്ങളിലുള്ളവരെയും നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ പഠിക്കും. ഇതല്ലാതെ മറ്റു മാർഗമൊന്നും ഇതിന് ശാശ്വത പരിഹാരമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.